ഇങ്ങനെ ഒരു ഹോൾസ് ഒരുപാട് പേരെ കൈകൊണ്ടായിരിക്കും. ഇത് രാവുന്ന ഒരു ചെറിയ മെത്തേഡാണ്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ വ്യത്യാസപ്പെടുത്തി പുതിയൊരു മെത്തേഡിൽ രാവുന്ന രീതിയാണ്. അപ്പോൾ ഇതിന് കണ്ടു നോക്കാം. ഓക്കെ, അതിന് നമുക്ക് ആദ്യം ഇതിൻ്റെ നട്ടം ഊരി മാറ്റണം. ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊരു ടേബിളിലേക്ക് ഒന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മിലുക്കി ഇതിങ്ങനെ കറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും മൂർച്ചയേറിയ ടിപ്പുകളൊക്കെ രാവുന്ന ബ്ലേഡ് തന്നെയാണ് ഈ സാൻഡ്രിഡ് ഗ്രൈൻഡർ മെഷീനിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന സ്റ്റാൻഡിൽ നമ്മൾ വെച്ച് ചെയ്യുന്ന മെത്തേഡ് മാത്രമാണ് വ്യത്യാസം. ബാക്കിയൊക്കെ ഏറെക്കുറെ കറക്റ്റ് തന്നെയാണ്. ഈ ആംഗിളിലാണ് നമ്മൾ ഗ്രൈൻഡർ മെഷീൻ കൈ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനും മാറാനായിട്ടല്ല, മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ പല്ലിലാകുമ്പോഴും മില്ലിക്ക് ഇങ്ങനെ കൈ കറക്കുകയും മെഷീൻ എടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു മെഷീനിലാവുന്ന അതേ ഒരു മെത്തേഡ് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കൈ സ്റ്റാൻഡായിട്ട് നമ്മളിത് ഉറപ്പിച്ച് നിർത്തുകയും ഓരോ പല്ലിലാകുമ്പോൾ ഇങ്ങനെ കറക്കി കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടാണ് ഈ നെട്ടിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ രാവി എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഹോൾസ് ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ പോർഷൻ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റക്കായി നിൽക്കുകയും കുറച്ച് മാത്രമേ നമ്മൾ തുളയ്ക്കാമൂ. അപ്പോൾ ഒറ്റ ഫോഴ്സ് നമ്മൾ തള്ളിക്കെട്ടി കഴിഞ്ഞാൽ മെഷീൻ സ്റ്റക്കാവുകയും ഇത് ലോക്കാവുകയും ചെയ്യും. ഇപ്പോൾ മെഷീനിൽ ആദ്യം എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ രാവി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കുഞ്ഞറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ.